ഗുഡ് മോർണിംഗ് കിറ്റി പൈസ്. അപ്പോൾ കുറേ നാളെ നമ്മളിങ്ങനെ ഓക്കെ അത് മൈൻഡ് ചെയ്യണ്ട, അത് അടയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഇപ്പം ഇങ്ങനെ ഹോം റിലേറ്റഡ് വ്ളോഗ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട്. അപ്പം ഐ തോട്ട് ടു ടേക്ക് വൺ ടുഡേ ബിക്കോസ് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ എണീറ്റപ്പോൾ 12:30, ഇപ്പം ഏകദേശം 3 മണിയായി. പക്ഷെ ഇപ്പോഴും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ദ തിങ് ഈസ്, ഞാൻ കുറേ ദിവസം അല്ല കുറച്ച് 2-3 ദിവസം മുമ്പ് ഞാൻ ലുലുന്ന് എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബിക്കോസ് കാരണം നിങ്ങൾ അറിയണം, വെളിച്ചെണ്ണേൻ്റെ വില ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, വെളിച്ചെണ്ണ ഞാൻ കഴിച്ച 1/2 ലിറ്റർ വാങ്ങിക്കാൻ നോക്കിയിട്ട് 210 രൂപ 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ജിമ്മിലൊക്കെ പോലെ കുറച്ചും കൂടെ എണ്ണ ഉപയോഗം കുറയ്ക്കാം എന്നും കൂടെ വിചാരിച്ചുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ എയർ ഫ്രയർ വാങ്ങിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ എയർ ഫ്രയർ അൺബോക്സിങ് കാണിച്ചു തരാം. സോ അൺബോക്സ് മൈ എയർ ഫ്രയർ വിത്ത് മീ. ഓക്കെ, ദിസ് ഈസ് മൈ എയർ ഫ്രയർ. ഓക്കെ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെയല്ല. ഓക്കെ, അപ്പം ഞാനിത് തുറന്ന് കാണിക്കാം. ഇത് PGന്റെ എയർ ഫ്രയർ ആണ്. ഹെൽത്തി ഫ്രൈ പ്ലസ് 1400 വാട്ട് 4.2 ലിറ്റേഴ്സിൻ്റെയാണ്. ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ ദിസ്. ഓക്കെ, അപ്പം ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട, ബിക്കോസ് ഫുൾ മെസ്ഡപ്പ് ആണ്. കാരണം ഞങ്ങൾ നല്ല പാർട്ടിക്കൊക്കെ പോയി. സോ എല്ലാം കൂടെ വലിച്ച് വാരി ഇട്ടിട്ടാണുള്ളത്. അപ്പം അത് നമുക്ക് സെറ്റാക്കാം. സോ എല്ലാവരും ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം, ഇതിൻ്റെ സെറ്റിങ്സ് പരിപാടി ഒന്നും എനിക്ക് അറിയത്തില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ കുറച്ച് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട്. സോ അത് വെച്ച് നമുക്ക് സെറ്റാക്കാം എന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് ടോസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഗൈസ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതല്ലല്ലോ, ഒരു ഡാർക്ക് പേർപ്പിൾ കളറാണ് ഇതിൻ്റെത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കളറും അതിൻ്റെ ഡിസൈനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലാസി ലുക്കുള്ള എയർ ഫ്രയർ. ഓക്കെ, യെസ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഞാൻ ആകെ എടുത്തിട്ടുള്ളത് മഷ്റൂം, ക്യാപ്സിക്കം ആൻഡ് ഒണിയൻ. സോ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ച് എന്തെങ്കിലും ചെറിയ ലൈറ്റ് മസാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രെഡിലിട്ടിട്ട് കുറച്ച് ചീസും കൂടെ സ്പ്രെഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഞാനിപ്പം ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് ആകെ ഞാൻ ഇതിലോട്ട് ഇടുന്നത് കുറച്ച് ഉപ്പും പിന്നെ പെപ്പറുമാണ് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നത്. നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ ജസ്റ്റ് ബ്രെഡിലോട്ട് കുറച്ച് സാധനം നമ്മളുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യും. ഞാൻ പിന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ ഒരു 2-3 ഡ്രോപ്സ് ഞാൻ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ. ജസ്റ്റ് ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്, പേരിന് മാത്രം. ഓക്കെ, നമ്മൾ ഇതിലോട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യത്തില്ല, നമ്മളുടെ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് കുറച്ച് ചീസ്. ഓക്കെ, കുറച്ച് ചീസ്, ഞാൻ ചീസ് ബ്ലോക്ക് എടുത്തിട്ടുള്ളത് അത് ഇടും. ഫസ്റ്റ് ഞാനിതിൻ്റെ ഉള്ളിൽ ഈ ഒരു ട്രേ ഇതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാനിത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. കുറച്ച് ഞാൻ ChatGPTയോടൊക്കെ ചോദിച്ചിട്ടാണ് സെറ്റാക്കിയത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇത് തൊടുക, ഈ ഒരു പവർ ബട്ടൺ. എന്നിട്ട് നമ്മൾ ടൈമും ഇതും സെറ്റ് ചെയ്യുക. ഇത് ടെമ്പറേച്ചർ, ഇത് ടൈം. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 2 മിനിറ്റ്സിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പം അത് നമുക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് എഗെയിൻ ഈ പവർ ബട്ടൺ തൊടുക. അപ്പം ഇത് അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇനി 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് സീ. ഇത് തന്നെ ഓഫ് ആവും, നമുക്ക് നോക്കാം. ഓഫ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 1 മിനിറ്റ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഓക്കെ, ഓഫ് എന്ന് കാണിച്ചു.
അത് ഓഫായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ബ്രെഡ് വെക്കാം. നമുക്ക് നമ്മളുടെ ബ്രെഡ് ഇതിനകത്തോട്ട് വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ചൂടായിരിക്കും, പുക പാറുന്നുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ പുക വരുന്നുണ്ട്. അപ്പം ഇത് വെക്കുമ്പം വളരെ സൂക്ഷ്മതയോടെ വേണം വെക്കാൻ. ഓക്കെ, എനിക്കൊന്ന് 2 ബ്രെഡൊക്കെ ഇതിനകത്ത് അറ്റ് എ ടൈം വെക്കാൻ പറ്റത്തുണ്ടാകത്തുള്ളൂ. ഒക്കെ ഇപ്പോൾ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇത് കയറ്റി വെക്കാം ഇതിലോട്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത്, ഇതിനകത്ത് ടൈം പറഞ്ഞത് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 6 or 8 മിനിറ്റ്സ് വെക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കുറേ മെനൂസ് വരുന്നു. നമുക്ക് ഓൾറെഡി പ്രീസെറ്റ് മെനൂസ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ അത്ര അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇതല്ലാതെ തന്നെ സെറ്റ് ചെയ്യാണ്. ടൈം 15 മിനിറ്റ് അല്ല, ഒരു 8 മിനിറ്റ്സ് ആക്കി. എന്നിട്ട് ടൈം ഞാൻ 180 ഡിഗ്രി തന്നെ വെച്ചു. അപ്പോൾ ഇത് സെറ്റായി. ഇനി നമ്മൾ ഇത് പ്രസ് ചെയ്യുക. അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് 8 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. ഇവിടെ നോക്ക്, അതടുത്ത ഞാൻ ടെമ്പറേച്ചർ കുറച്ചു. നമ്മള് സെറ്റ് ചെയ്തോണ്ടല്ലേ. റസ്കായി. ടേസ്റ്റ് ഉണ്ട്, ഇവിടെ ടെമ്പറേച്ചർ കുറച്ച് സെറ്റായി. ശകലം കൊള്ളാം കേട്ടോ. Cheers. ASMR. Crispy. ഇഷ്ടപ്പെട്ടോ? ASMR. സെക്കൻഡ് ആക്കിയത് കുറച്ചും കൂടെ കറക്റ്റായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? രണ്ടും കൊള്ളാം, നല്ല ടേസ്റ്റ്. വിഷമമുണ്ടോ? ഗുഡ്. ഓക്കെ, അപ്പം കൊള്ളാം, നല്ല പ്രൊഡക്റ്റാണ്. ലൈക്ക് ഡിറ്റ്. നമുക്കിങ്ങനെ പെട്ടെന്ന് തിരക്കൊക്കെ പിടിച്ച ജീവിതത്തിൽ പെട്ടെന്ന് അത് വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആയിക്കോളും. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കനൊക്കെ ട്രൈ ചെയ്യണം. ഫ്രഞ്ച് ഫ്രൈസും ചിക്കനൊക്കെ ട്രൈ ചെയ്യണം. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എണ്ണ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാലോ. ചക്ക ചിപ്സ് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ചക്ക അരിഞ്ഞിട്ട് തരാൻ ഇതിനകത്ത് ഉണ്ടാക്കാൻ. പക്ഷെ ചക്ക സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എയർ ഫ്രയർ റിവ്യൂ ആൻഡ് മൈ ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ ബ്രെഡ് ടോസ്റ്റ്, സിമ്പിൾ ടോസ്റ്റ് റെസിപ്പി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം Renchima. Tata. Love you guys. Thank you for watching.